ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ ആശംസിക്കുകയാണ്. ഇന്ന് മാർച്ച് 28 ശനിയാഴ്ച ദിവസം. നല്ല ചൂടാണ് രാവിലെ തന്നെ. എന്നാലും ഈ ദിവസങ്ങളിൽ വേനൽ മഴ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഒന്ന് തണുക്കും, ഒരു ചെറിയ കുളിരൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാമെന്നുണ്ടെങ്കിലും ഈ വാർത്താദിനം കൂടുതൽ വാർത്തകളിലേക്ക്, പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ നമുക്ക് എത്താം. ആദ്യം നോക്കാം തലക്കെട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. ഹോർമുസ് അടച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്ന് പ്രധാനമന്ത്രി. പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ തടയാൻ സംസ്ഥാനങ്ങളുടെ സഹായം തേടി മോദി. ഓൺലൈനിലെ വ്യാജ പ്രചാരണം തടയാൻ കർശന നിർദ്ദേശം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനമെങ്ങും പ്രചാരണാവേശം. വോട്ടെടുപ്പിന് ഇനി 12 നാൾ. പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് ജില്ലയിൽ. വി.ഡി. സതീശിന്റെ റോഡ് ഷോ ഇന്ന് തിരുവനന്തപുരത്ത്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. ചൂടുയരുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും കൂടുന്നു. റെക്കോർഡ് ഭേദിച്ച് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം. വ്യാഴാഴ്ചത്തെ ഉപയോഗം 10,908 കോടി യൂണിറ്റ്. വൈദ്യുതി ആവശ്യകത 5,836 മെഗാവാട്ടിലേക്ക് ഉയർന്നു. വിവിധ ഇടങ്ങളിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം. വയനാട്ടിൽ കുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ദൗത്യത്തിൽ പങ്കാളികളായി 5 കുങ്കിയാനകൾ. കാട്ടാന വനാതിർത്തിയിൽ. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ അരുൺ സക്കരയുടെ സംഘം. $10 കോടിയുടെ ഭാഗ്യശാലിയെ ഇന്നറിയാം. സമ്മർ ബമ്പർ നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2-ന്. വിറ്റുപോയത് 42 ലക്ഷത്തോളം ടിക്കറ്റുകൾ. IPL 19ാം സീസണിന് ഇന്ന് തുടക്കം. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാവിലെ നമ്മൾ വിശദമായി കടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. ഹോർമുസ് അടച്ചതായി ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി. വി വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവില്ല തുടരുന്നു. ഈ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇനി ഹോർമുസ് അടയ്ക്കുന്ന സാഹചര്യം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ വലിയ തോതിൽ ഈ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഒരു ആശങ്കയുണ്ടോ? ഇതോ അടുത്ത മാസം 6 വരെയാണ് താൽക്കാലിക വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ ഒരു പ്രഖ്യാപനം പാഴ്വാക്കാകുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു വാക്കാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഊർജ്ജ കേന്ദ്രമല്ല, അവരുടെ ആണവ കേന്ദ്രം തന്നെ, ഇറാൻ്റെ ആണവ കേന്ദ്രം തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. അവിടെ ബോംബിട്ടിരിക്കുന്നു. കൊണ്ടാബ് ആണവ കേന്ദ്രത്തിലേക്കാണ് അങ്ങനെ ഒരു മിസൈൽ വർഷമുണ്ടായത്. ആണവ വികിരണമില്ല എന്ന ഇറാൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. ആളപായമോ മറ്റ് വലിയ നാശനഷ്ടമോ ഇല്ലെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. പക്ഷേ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ ഉറപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യാപാര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന അറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യസേന ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നിൽക്കുന്നു. അല്ലെങ്കിൽ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു. അത് അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തതിൻ്റെ പേരിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഉക്രൈൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. സൗദിയാണ് ഉക്രൈൻ്റെ സഹായം തേടിയത്. സൗദിയിലേക്ക് നിരന്തരം ഇറാനിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ പ്രതിരോധിക്കുന്ന സംവിധാനവും അതിൻ്റെ പരിചയവും ഉക്രൈനുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ സഹായം ഇപ്പോൾ സൗദി തേടുകയും
അത് നൽകുകയും ചെയ്യുന്നുണ്ട്. സെലൻസ്കി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് മാറുന്നതിൻ്റെ ചില പ്രവണതകൾ കണ്ടു തുടങ്ങുന്നു. നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ ലോകമഹായുദ്ധം എന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിലും ചില പ്രവണതകൾ, ചില സൂചനകൾ വരുന്നുണ്ട്. അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി റഷ്യയും ഉക്രൈനും ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രണ്ട് വശത്തായി അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ UK-യും അമേരിക്കയും ചേർന്നുള്ള പല സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഡിഗോ ഗാർഷ്യ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സഖ്യസേനയുടെ കൂടെ, അമേരിക്ക ഇസ്രായേൽ സഖ്യസേനയുടെ കൂടെ പല രാജ്യങ്ങളും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഈ സ്ഥിതി കൈവിട്ടു പോകുന്നൊരു നിലയുണ്ട്. ഹോർമുസ് പൂർണ്ണമായും അടയ്ക്കുന്നു. മാത്രമല്ല, കടത്തിവിടുന്ന കപ്പലുകളെ ഒരു ചെക്ക് പോസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇറാൻ്റെ കർശനമായ പരിശോധന ഹോർമുസിലുണ്ട്. മാത്രമല്ല, അവിടെ ചുങ്കപ്പിരിവ് നടക്കുന്നു എന്ന പരാതി ഉയരുന്നുണ്ട്. GCC മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ വ്യവസായ മേഖലയെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ നടപടികൾ പോകുന്നത്. മാത്രമല്ല, ഹോർമുസ് അടച്ചതോടുകൂടി തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ എണ്ണ വ്യാപാരത്തിലൂടെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. മാത്രമല്ല, കുവൈറ്റിലെ മുബാറക് അൽ കബീർ, അതോടൊപ്പം തന്നെ ഷുവൈക്ക് തുറമുഖങ്ങൾ, ഈ രണ്ട് തുറമുഖങ്ങളും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചു. ഇതിൽ അൽ കബീർ തുറമുഖം ചൈനയുടെ കൂടി സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. ചൈനയ്ക്ക് നിക്ഷേപമുള്ള ഒരു ഇടമാണ്. ആ തരത്തിൽ ഉള്ള ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, ഈ ക്രൂഡിൻ്റെ വില അത് വീണ്ടും $100 ബാരലിനുള്ള വില മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ പല രാജ്യങ്ങളും അവരുടെ നാടുകളിൽ ഈ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടില്ല. പകരം ഈ നികുതി പിരിച്ചിരുന്നതിൽ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. നയാര പോലുള്ള സ്വകാര്യ കമ്പനികൾ ഇതിനകം തന്നെ പെട്രോളിനും ഡീസലിനുമൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിന് ഏതാണ്ട് 5 രൂപ ആണ് അവർ വർദ്ധിപ്പിച്ചത്. പക്ഷേ മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ $140 മുകളിലേക്ക് ബാരലിൻ്റെ വില പോയി കഴിഞ്ഞാൽ തീർച്ചയായും സ്ഥിതി സങ്കീർണമാകും. അങ്ങനെയാണെങ്കിൽ വലിയ വിലക്കയറ്റം രാജ്യത്ത് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത് ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇറാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. കൃഷിയെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏതായിരുന്നാലും വിവിധ ലോകരാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു മധ്യസ്ഥ ശ്രമം, പാകിസ്ഥാൻ നമുക്കറിയാം ഇന്ത്യയിലേക്ക് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ഒരു മോശം പ്രതിച്ഛായയുള്ള രാജ്യമാണ്. അവർ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിൻ്റെ ദൂതന്മാർ എന്ന ഒരു പരിവേഷം ചമഞ്ഞുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ഇടനില വർത്തമാനങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന് അവർ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയതും ശ്രദ്ധേയമായി. തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ തൊട്ടാൽ കളിമാറും എന്നൊരു പ്രഖ്യാപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയുമായി ഇതുവരെ ചേർന്നുപോയി. എന്നാൽ ഇറാനെ പിണക്കാതുള്ള ഒരു തന്ത്രപരമായ നീക്കമുണ്ടായിരുന്നു. അതിന് പാകിസ്ഥാന് എത്ര കാലം പയറ്റാൻ കഴിയും എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് എന്ന്. വിനോദ്, ഈ ഹോർമുസ് അടയ്ക്കുന്നത് വലിയ തോതിൽ പ്രതിസന്ധിയാക്കുന്നു. രാജ്യത്തിനല്ല ഏതാണ്ട് 2020 ശേഷം ആദ്യമായിട്ടാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും വർദ്ധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനിടയിൽ ഈ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ചൈനയുടെ കപ്പലും തടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ആശങ്ക ആ ഹോർമുസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കുക അതൊരു വലിയ ദൗത്യമാണ്. ഒപ്പം ഈ അമേരിക്ക നൽകിയ ഉറപ്പല്ലേ ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാവില്ല, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നൊക്കെ. പക്ഷെ അതിനിടയിൽ ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ അതൊരു ആസൂത്രിത നീക്കമായി തന്നെ കരുതണ്ടേ? എൽദോ, ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്ക പറയുന്ന വാക്കൊന്നും നടക്കുന്ന പ്രവൃത്തികൾ മറ്റൊന്നും എന്നത് തന്നെയാണ്. കാരണം ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ആദ്യം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ വളരെ പുരോഗമനപരമായ അല്ലെങ്കിൽ പുരോഗതിയുണ്ട്, ചർച്ചയിൽ പുരോഗതിയുണ്ട്, പോസിറ്റീവായി കാര്യങ്ങൾ വരുന്നു എന്ന നിലയ്ക്കുള്ള ചില സൂചനകളും ഒമാൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പുകളുമൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങുന്നത്. ഖമേനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഏതാണ്ട് ലാരിജാനി ഉൾപ്പെടെ 12 പേരിലധികം പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അവിടെ
IRGCയുടെ തലവൻ, അതോടൊപ്പം തന്നെ അവരുടെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, അവരുടെ സൈനിക വക്താവ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മുസ്തഫ ഖമനയി വരുന്നു. ഒരുപക്ഷെ ഇറാൻ പതറും, ഇറാൻ 4 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ വീഴും എന്നതായിരുന്നു അമേരിക്കയുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും. 4 ആഴ്ചയിലധികം ഈ യുദ്ധം പോകില്ല എന്നൊരു കണക്ക് കൂട്ടലായിരുന്നു. പക്ഷേ ഈ ഡിഗോ ഗാർഷ്യ ആക്രമിച്ചതോടുകൂടിയാണ് ഇറാൻ്റെ സൈനിക ശക്തിയിൽ ഇവർക്ക് സംശയം തോന്നുന്നത്. കാരണം 2000 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന മിസൈലുകൾ മാത്രം പക്കലുണ്ട് എന്ന് കരുതിയ ഒരു രാജ്യം അവർ 4000 കിലോമീറ്ററിലധികം ഉള്ള ഒരു സ്ഥലത്ത് ആക്രമണം നടത്തി. അതോടുകൂടിയാണ് ഈ താൽക്കാലിക വെടിനിർത്തലിലേക്കൊക്കെ പോകുന്നത്. മാത്രമല്ല ജെറാൾഡ് ഫോർഡ് എന്ന കപ്പൽ അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു. പകരം ബോക്സർ എന്ന മറ്റൊരു കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മറ്റ് കപ്പലുകളുമുണ്ട്. കൂടുതൽ മറൈനുകളെ ഇവിടേക്ക് അയക്കാനുള്ള നടപടികൾ, ഏതാണ്ട് 2000 പുതിയ സൈനികരെ കൂടി, അങ്ങനെ 5000 സൈനികർ കരയുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്നു. അവിടെയൊക്കെ തന്നെ ട്രംപ് തുടർച്ചയായി പറയുന്നത് വെടിനിർത്തൽ എന്ന കാര്യമാണ്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. മറിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു, അല്ലെങ്കിൽ സഖ്യസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൂടുതൽ കടുക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയുണ്ട്. അമേരിക്കയിൽ ഒരു ഹിതപരിശോധന വരികയാണ്. ഒരു സർക്കാരിൻ്റെ പകുതിയാകുമ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അവിടെ ട്രംപിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം സെനറ്റ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് നേരത്തെ ചർച്ചയായപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിനെ എതിർക്കുന്ന നിലയുണ്ടായിരുന്നു. പല നേതാക്കളും അവിടെ ട്രംപിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. JD വാൻസ് ഉൾപ്പെടെയുള്ളവർക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്ന വിലയിരുത്തലുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തിന് ഈ യുദ്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിക്കുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില ആളുകൾ കൂടി രാജിവെച്ച് പോകുന്ന നിലയുണ്ട്. കാരണം ഈ യുദ്ധത്തെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അമേരിക്ക അനാവശ്യമായ ഒരു ബാധ്യത തലയിൽ വെച്ചു എന്ന ഒരു പ്രതീതി ആ നാട്ടിൽ അങ്ങനെ പരക്കുന്നുമുണ്ട്. മാത്രമല്ല പ്രതിദിനം ഏതാണ്ട് 9000 കോടി രൂപയാണ്, ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 9000 കോടി രൂപയാണ് ഒരു ദിവസത്തെ യുദ്ധത്തിനായി അമേരിക്ക ചെലവഴിക്കേണ്ടി വരുന്നത്. മാത്രമല്ല ഈ മിസൈലുകളുടെ അമിതമായ ഉപയോഗം അത് രാജ്യത്തെ ആയുധശേഷിയിൽ കുറവുണ്ടാക്കുന്നു എന്ന ആശങ്ക. ഇനി ഈ യുദ്ധം നീണ്ടു നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അമേരിക്കയും ബാധിക്കും. അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളുടെയൊക്കെ തന്നെ ക്ഷാമം അമേരിക്കൻ ജനതയെയും ബാധിക്കുമെന്ന ഒരു ആശങ്ക ആ നാട്ടിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ പൊതുവിൽ താല്പര്യമില്ലാത്ത ഒരു സമീപനമാണ് ലോകരാജ്യങ്ങൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല പലരും എതിർപ്പുമായി പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ തന്നെ ഈ യുക്രൈനൊക്കെ സൗദിയുടെ ഭാഗത്ത് ചേർന്ന് ഇറാനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ശത്രുത മറ്റ് രാജ്യങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുകയും അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോക യുദ്ധം എന്ന സ്വഭാവം വരുന്നില്ലെങ്കിൽ പോലും ചില പ്രതീതി ഉണ്ടാകുന്നുണ്ട്. രാജ്യങ്ങൾ ചേരിതിരിയുന്ന ചില സൂചനകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്ത് റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും ആക്രമണം കടുപ്പിക്കുകയാണ്. അവിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അവിടെ ഒരു ആണവ വികിരണ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണെങ്കിലും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്നാണ്. ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത്. 42 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അതിൽ 41,73,410 ടിക്കറ്റുകളും വിറ്റുപോയി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർക്കി ഭവനിലാണ് ഈ നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം 10 കോടി രൂപയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഗുഡ് മോർണിംഗ്. ഡാൻ, ബമ്പർ എടുത്തോ? എന്താണ്, വലിയ വിൽപ്പനയാണല്ലോ. അതെ, കഴിഞ്ഞ തവണ 36 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ആകെ വിറ്റതെങ്കിൽ ഇത്തവണ ആകെ അച്ചടിച്ചതെങ്കിൽ ഇത്തവണ അത് 42 ലക്ഷമായി ഉയർന്നിരുന്നു. 250 രൂപയുടെ 42 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് ഇത്തവണ അച്ചടിച്ചത്. അതിൽ ഇന്നലെ പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് 41,73,410 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ലോട്ടറി ജീവനക്കാർ, അതോടൊപ്പം തന്നെ ലോട്ടറി വ്യാപാരികളൊക്കെ. കാരണം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ സമ്മർ ബമ്പറിനെ എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിലെ ഒരു പ്രധാനപ്പെട്ട ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിലാണ്. എന്താ ഏട്ടാ പേര്? എങ്ങനെയുണ്ട് ഈ സമ്മർ ബമ്പറിന്റെ കച്ചവടം ഇപ്പോൾ? കഴിഞ്ഞ തവണത്തെക്കാളും വിൽപ്പനയുണ്ട്. ഈ ഒന്നാം സമ്മാനമാണ് 10 കോടി. രണ്ടാം സമ്മാനം എത്രയാണ്? രണ്ടാം സമ്മാനം 1 കോടി എല്ലാ സീരീസിനും ഉണ്ട്. പിന്നെ 5 ലക്ഷം മൂന്നാം സമ്മാനമുണ്ട്.
4 സമ്മാനം 1 ലക്ഷം. ഇനി ഇത്രയും ടിക്കറ്റേ ഉള്ളൂ മിച്ചം, ഈ ഇരിക്കുന്നേ ഉള്ളൂ, എത്രേ ഉള്ളൂ. അതും തീരും, ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കും. പിന്നെ ഈ ബമ്പർ കുറച്ചുകൂടെ ഒരു ജനകീയമാകുകയാണ് അല്ലേ? എല്ലാരും എടുക്കുന്നുണ്ട്. അതായത് വില പ്രശ്നമല്ല, എല്ലാ പ്രശ്നം നോക്കാറില്ല ആൾക്കാർ. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റും എല്ലാരും നോക്കുന്നു. 1ാം സമ്മാനം ലഭിക്കാനാണ് എല്ലാരും നോക്കുന്നത്. അപ്പൊ ഓക്കെ, അതാണ്. അതായത് ഇനി ഏതാനും ടിക്കറ്റുകൾ കൂടി മാത്രമാണ് ഇവിടെ മിച്ചം. രാവിലെ തന്നെ ഈ പറഞ്ഞു കേട്ട് ഇന്നാണ് ഈ നറുക്കെടുപ്പെന്ന് അറിഞ്ഞ് ടിക്കറ്റ് എടുക്കാനായി വരുന്ന ആളുകളുണ്ട്. സമീപത്തെ കടകളിലുമൊക്കെ അത്തരത്തിലുള്ള തിരക്കുകളുണ്ട്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗോർഖി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് ഈ നറുക്കെടുപ്പ് നടക്കുക. സാധാരണയായി ബമ്പർ നറുക്കെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളടക്കം വലിയ തിരക്കൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരം ഔദ്യോഗികമായ ചടങ്ങുകളൊന്നും കാണില്ല. നേരെ തന്നെ ഈ നറുക്കെടുപ്പിലേക്ക് പോവുകയായിരിക്കും. അതുവരെ വിൽപ്പന നടക്കും. അവസാന ടിക്കറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി രാവിലെ തന്നെ ഈ ലോട്ടറി വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ അടക്കം എത്തിച്ചേരുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. സംസ്ഥാനത്തെ സമ്മർ ബമ്പറി ലോട്ടറിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ആവശ്യക്കാരായി ഉണ്ട് എന്നതാണ് പ്രത്യേകത. എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിലൊക്കെ അത് സാധാരണ കാഴ്ചയാണ്. കാരണം അത്രമാത്രം ഒരു വിശ്വാസ്യത കേരള ബമ്പർ ലോട്ടറിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അതിന്റെ വിൽപ്പന റെക്കോർഡിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാണ് സമ്മർ ബമ്പർ ഭാഗ്യശാലി എന്നറിയാൻ. ഡാൻ, അതായത് 42 ലക്ഷം ടിക്കറ്റുകളാണ് ആകെ അടിച്ചത്. അതിൽ 41,73,410 ടിക്കറ്റുകൾ വിറ്റുപോയി. അമ്പരപ്പിക്കുന്നതാണ്. അതായത് ഏതാണ്ട് 26,000 ടിക്കറ്റുകൾ ബാക്കിയുള്ളൂ ഇനി സംസ്ഥാനത്ത്. കൃത്യം പറഞ്ഞാൽ 26,590. അപ്പോൾ ഒരു ടിക്കറ്റ് ഡാൻ ഇപ്പോൾ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ ഡാനും സേഫ് ആക്കാം. ഇനി ആ കടയിൽ തന്നെ 5-10 ടിക്കറ്റ് ബാക്കിയുള്ളൂ. ഡാന് ടിക്കറ്റ് എടുക്കുന്ന ശീലമുണ്ടോ ലോട്ടറി? എങ്ങനെ ഈ മറ്റ് സാധാരണക്കാരൊക്കെ രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി വളരെ ഭക്തിമാർക്കും സ്വീകരിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ അവിടെ? പെട്ടെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ഡൈജസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഇത്തവണ ടിക്കറ്റ് എടുക്കുന്നില്ല. അതാണ് എന്റെ തീരുമാനം. ഓക്കെ, എത്രമാത്രം വലിയ ഭാഗ്യം കടാക്ഷിച്ച് വലിയ ഉയരത്തിലേക്ക് എത്താൻ ആഗ്രഹമില്ല അല്ലേ? ഓക്കെ, ഡാന് വെയിലൊക്കെ കൊണ്ട് മാധ്യമപ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഒപ്പം കുറച്ച് കൃഷി ആലോചനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഡാൻ, താങ്ക് യു സോ മച്ച്. ഡാനാണ് വിവരങ്ങൾ ചേർന്നത്. വലിയ തോതിലാണ് ആ ടിക്കറ്റ് വിറ്റുപോകുന്നത്. അമ്പരപ്പിക്കുന്നതാണ്. ഏതാണ്ട് 26,000 ടിക്കറ്റ് മാത്രമാണ് സംസ്ഥാനത്തിന് ബാക്കിയുള്ളൂ. ആ 42 ലക്ഷം ടിക്കറ്റ് അടിച്ചതിലെന്നുള്ളത് റെക്കോർഡ് വിൽപ്പന തന്നെയാണ് നടത്തുന്നതെന്ന് സംശയമില്ല. ഇനി കൊച്ചിയിലും വൈപ്പിനിലും ലത്തീൻ സഭയുടെ വോട്ട് ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടും. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിനിൽ ടോണി ചമ്മിണിയുമാണ് മത്സരിക്കുന്നത്. ലത്തീൻ സഭയ്ക്ക് വൻ മേധാവിത്വമുള്ള കൊച്ചിയിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള നിലപാടാണ് രൂപത സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വൈപ്പിനിൽ ലത്തീൻ സമുദായ അംഗമായ ടോണി ചമ്മിണിയെ നൽകിക്കൊണ്ട് ഇതിൻ്റെ പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ഇത് കൊച്ചി രൂപതയെയും ലത്തീൻ സമുദായ നേതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം. ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് സംസാരിക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിനിടെ വോട്ട് കുത്തകയുടെ പേരിൽ ആരും വിലപേശേണ്ട എന്ന VD സതീശന്റെ പ്രസ്താവനയും വലിയ തോതിൽ വിവാദമായിരുന്നു. ഡാനി പോൾ ചേരുന്ന വിവരങ്ങൾ. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുതൽ വളരെ വലിയ തോതിൽ ചർച്ചയാകുന്നതാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി വേണം, അല്ലെങ്കിൽ അവിടെ ലത്തീൻ സഭയുടെ വോട്ടിൻ്റെ ഷെയറൊക്കെ സംസാരിക്കും. ഇപ്പോൾ VD സതീശന് തൊട്ടു മുമ്പുള്ള പ്രസ്താവന വിവാദമായിരുന്നു. ഇനി എന്നാണെങ്കിലും അവിടെ ഒരു നിർണായകമായിട്ടുള്ള ഫാക്ടറാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ സഭയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ UDFന് എന്നുള്ളതാണ് ചോദ്യം. എൽദോ, ഗുഡ് മോർണിംഗ്. എൽദോ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മുൻപെല്ലാം തന്നെ അത് ഉണ്ടായിരുന്നത് എറണാകുളം മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇത്തവണ അത് ഒരു പടി കൂടി കടന്നിരിക്കുന്നു എന്നതാണ്. കാരണം വളരെ പരസ്യമായിട്ട് തന്നെ കൊച്ചി രൂപതയും എറണാകുളത്തേക്ക് വരുമ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരം നീക്കങ്ങളെങ്കിൽ ഇപ്പോൾ കൊച്ചി രൂപത അതിന് ഒരു ചുവട് മുന്നേ ഇത്തവണ ഉണ്ടായിരുന്നു. കൊച്ചി രൂപതയ്ക്ക് കൊച്ചി മേഖലയിൽ, കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ മൃഗീയമായ മേധാവിത്വമുണ്ട്. അത് കൊച്ചി രൂപതയും ആലപ്പുഴ രൂപതയും കൂടി ചേർന്നാണ് ആ ഒരു മണ്ഡലമുള്ളത്. അപ്പോൾ വലിയ രീതിയിലേക്ക് ഏതാണ്ട് 130,000 വോട്ട് ഷെയർ അവർക്ക് മാത്രമായി ഉണ്ട് എന്നത് കണക്ക് കൂട്ടുക. അപ്പോൾ
നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് കൊച്ചി രൂപതയ്ക്ക് ആ പരിധിയിൽ നിന്ന് ആൾ തന്നെ വേണം, അതുമാത്രമല്ല ലത്തീൻ സ്ഥാനാർത്ഥിയാണ്, ഇതെല്ലാം അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് വൈപ്പിനിലും ഇതേ ശബ്ദം തന്നെയാണ് ഈ രൂപത ഉയർത്തിയത്, വരാപ്പുഴ അതിരൂപത ഉയർത്തിയത്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമാണ് ആ വൈപ്പിൻ മേഖല. ഇത്തവണ ലത്തീൻ സമുദായ അംഗങ്ങളെ തന്നെ പരിഗണിക്കണമെന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ വലിയ ആശയക്കുഴപ്പമാണിത്. UDF-നോടാണ് സ്വാഭാവികമായും പലപ്പോഴും ഇവരെല്ലാവരും തന്നെ വിലപേശുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത്തവണ മുഹമ്മദ് ഷിയാസിനെയാണ് അവിടെ DCC പ്രസിഡന്റിനെയാണ് മത്സരിപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചതും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ഷിയാസ് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മത്സരിക്കാൻ അവിടേക്ക് എത്തുന്നത്, എറണാകുളത്ത് നിന്ന് അവിടേക്ക് എത്തുന്നതും ഇതെല്ലാം ഈ സമുദായ സമവാക്യങ്ങളുമെല്ലാം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയായിരുന്നു. ഒപ്പം നിലവിലുള്ള അവിടെ MLA സിറ്റിംഗ് MLA ആയ CPM-ലെ KJ മാക്സി, ഈ കോംബോ എല്ലാം തന്നെ തികയുന്ന ഒരാളുമാണ്. കൊച്ചി രൂപതാംഗമാണ്, കൊച്ചിയിൽ നിന്നുള്ളതാണ്, ഇതെല്ലാം തികയുന്ന ഒരു ആളുമാണ്. അപ്പോൾ ഇതൊരു മത്സര സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത് സഭ നിർണായകമായ ഒരു തീരുമാനത്തിന് പിന്മാറുമോ എന്നതെല്ലാം തന്നെ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. വൈപ്പിനിൽ ഇത് ആദ്യമായിട്ട് ലത്തീൻ സമുദായാംഗത്തെ പരിഗണിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. കൊച്ചി മുൻ മേയറായ ടോണി ചമ്മണിക്ക് അവിടെ സീറ്റ് നൽകിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു വെച്ചുമാറൽ എന്ന രീതിയിലുള്ളൊരു പരീക്ഷണം അവിടെ നടത്തുന്നു. ഒപ്പം ഈ കൊച്ചിയിൽ ഈ രീതിയിൽ എല്ലായിടത്തും സമുദായ സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റു പലതും കൂടി പാലിക്കേണ്ടതുണ്ട്, മറ്റുള്ളവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സഭയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൊച്ചിയിൽ ഈ പരിഗണന നോക്കിയാൽ വൈപ്പിനിലേക്ക് തരാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ ഒരു പരിഗണന വൈപ്പിനിൽ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ലത്തീൻ സമുദായ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയെ തന്നെയും നേരിട്ടും അത്തരം ചില സംഭാഷണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. നിലവിൽ അവർ ഇത്തരം കാര്യങ്ങളുമായിട്ട് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ വൈകാതെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാം തന്നെ ഒരു സന്ദർശനം കൊച്ചി രൂപത കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഒരു അഭിമാന പോരാട്ടം എന്ന രീതിയിലാണ്. കൊച്ചി മണ്ഡലം ഏത് രീതിയിലും തിരികെ പിടിക്കുക. കാരണം കൊച്ചിയിൽ വളരെ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു കോൺഗ്രസിന്. പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ പടലപ്പിണക്കങ്ങളും കാരണങ്ങളും എല്ലാം കൊണ്ട് തന്നെയാണ് ആ മണ്ഡലം നഷ്ടമാവുകയും ചെയ്യുന്നത്. നേരത്തെ ടോണി ചമ്മണി, ഇപ്പോൾ വൈപ്പിൽ മത്സരിക്കുന്ന ടോണി ചമ്മണി കൊച്ചിയിൽ മത്സരിച്ചിരുന്നു. കൊച്ചിയിൽ മത്സരിച്ച് വലിയ മാർജിനിലാണ് പരാജയപ്പെടുകയും എല്ലാം തന്നെ ചെയ്തത്. അന്ന് കോൺഗ്രസിൻ്റെ ഒരു ഒത്തൊരുമ ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാം ഉണ്ടായിരുന്ന. നേരത്തെ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷനെ ചുറ്റിപ്പറ്റി എല്ലാം തന്നെ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നിരുന്നു. ഈ ഗ്രൂപ്പ് നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചത്, തോൽവിയുടെ കാരണം എന്നതെല്ലാം പല കാരണങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചൊല്ലി ആക്ഷേപങ്ങൾ ഉയരുകയെല്ലാം ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇത്തവണ പറഞ്ഞ് തീർത്തിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇനി സഭയുടെ കൂടി പിന്തുണയാണ് അതിൽ ഉറപ്പുവരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും കൊച്ചിയിൽ വളരെ വ്യക്തമായ ഒരു മാർജിനിൽ ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇതിന് സഭയുടെ പിന്തുണ ഉറപ്പാക്കണം. ഏതായാലും എൽദോ, ഇതിൽ കൊച്ചിയും വൈപ്പിനും ഒരുമിച്ച് ജയിച്ചാൽ പോലും ഇത് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ മണ്ഡലങ്ങൾ എറണാകുളത്ത് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ സഭയുമായുള്ള നേരിട്ടുള്ളൊരു സംഭാഷണത്തിന് തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. എന്നാലും വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ എന്ന് തോന്നുന്നു. കാത്തിരിക്കാം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെ. ഡാനി പോളാണ് ചേർന്നത്. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. വേങ്ങരയിൽ KM ഷാജിക്കല്ല VD സതീഷിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന യോഗം. ഷാജി നല്ലവൻ അല്ലെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. സതീഷിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകും ഈ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ആ ഗ്രൂപ്പ് യോഗത്തിലെ ഒരു പ്രഖ്യാപനം. വേങ്ങരയിൽ KM ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. CV അനുമോദ് അതിൻ്റെ വിവരങ്ങൾ നൽകും. അനുമോദ്, ഈ കോൺഗ്രസിൻ്റെ ഈ എതിർപ്പ് ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ വരുന്നത് അത് ഷാജിക്ക് ക്ഷീണമാണല്ലോ. എന്താണ് ഇത്രമാത്രം വിരോധം ഷാജിയോട് അവിടെ? ഇത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രാദേശികമായിട്ട് ഗ്രൂപ്പ് യോഗം ചേർന്നപ്പോൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമാണ്. നമുക്ക് ആ സംഭാഷണം പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ കുറെ കൂടി ഒരു വ്യക്തത നൽകാൻ കഴിയും. ആ സംഭാഷണത്തിൻ്റെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സംഭാഷണ അവസാന ഭാഗത്താണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്.
അതുപോലെ KM ഷാജിക്കല്ല VD സതീശനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ UDF ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ KM ഷാജി എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേതാവ് ഒരുപാട് കോൺഗ്രസിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് നമ്മൾ വേങ്ങരയിൽ ഇത്തവണ UDFനെ വിജയിപ്പിക്കണം, UDFന് ഭൂരിപക്ഷം നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ഷാജിയോടുള്ള എതിർപ്പുകളും അതൃപ്തിയും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ തരത്തിൽ VD സതീശന് വേണ്ടി എന്ന തരത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് ആ ഒരു ഗ്രൂപ്പ് യോഗത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളും അതേപോലെ അവർ സംസാരിക്കുന്ന അവരെ പ്രസംഗത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യാൻ കഴിഞ്ഞാൽ കുറെ കൂടി ഈ കാര്യങ്ങൾ ഒരു വ്യക്തമാവും. എന്താണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിനെ UDFനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് UDFിലുള്ളവർ ആത്മവിശ്വാസം പറയുന്നത്. പക്ഷേ മറുവശത്ത് ഇടതുപക്ഷം സബാഹ് ഗുണ്ടപുഴയ്ക്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന് ഈ ഒരു മീറ്റിങ്ങിന് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം UDFന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളെയാണ് മത്സരിപ്പിക്കുന്നത് ഇവിടെ UDF നേതൃത്വം എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകും. വേങ്ങര പോലൊരു മണ്ഡലത്തിൽ അത് UDFന് ജയത്തെ ബാധിക്കുന്നുവെന്നല്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് UDFിലെ ചെറിയ അതിർത്തി പോലും എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുള്ളത്. എന്തോ CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദം എന്താണെങ്കിലും നമുക്ക് ആ വിഷ്വൽസും ഓഡിയോയും അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. എന്താണെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലി നാളെ പാലക്കാട്ട് റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കും. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി പാലക്കാടെത്തും. 2:45 സമ്മേളനം. 4:10 തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും. അടുത്ത ഘട്ടമായി ഏപ്രിൽ 4 പാലായിലും തിരുവനന്തപുരത്തും മോദി പ്രചാരണത്തിന് എത്തുന്നുണ്ട്. പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയാണ് പാലായിൽ നടക്കുക. അന്ന് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 31 തിരുവനന്തപുരം ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, കൊച്ചിയിൽ വന്നു പോയുള്ളൂ, അതിനു മുമ്പ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കേരളത്തിലുടനീളം സജീവമാകാൻ അല്ലെങ്കിൽ കേരളത്തിൽ കൃത്യമായിട്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ പ്രധാനമന്ത്രി തന്നെ മുന്നിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ BJPക്ക് വേണ്ടി മുന്നിലുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുത്തുന്നത്. പാലക്കാട്, തൃശ്ശൂർ, പാലായിൽ, പൂഞ്ഞാറിൽ, കാഞ്ഞിരപ്പള്ളിയിൽ, വൈക്കത്ത്, അങ്ങനെ നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രചാരണ പദ്ധതിയാണല്ലോ NDA ആസൂത്രണം ചെയ്യുന്നത്. എൽദോ, ഗുഡ് മോർണിംഗ്. എന്തായാലും BJP അവരുടെ ക്യാമ്പയിൻ്റെ പദ്ധതി ലക്ഷ്യമിട്ട് കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ക്യാമ്പയിൻ പദ്ധതികളും നീക്കങ്ങളുമാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതിലേറ്റവും പ്രധാനം വരുന്ന ദിവസം ഞായറാഴ്ച പ്രധാനമന്ത്രി പാലക്കാടും തൃശ്ശൂരുമായി നടത്താൻ പോകുന്ന റോഡ് റാലികളാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം റാലികളിൽ പങ്കെടുക്കും, റോഡ് ഷോയിൽ പങ്കെടുക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. രണ്ടും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് തൃശ്ശൂരും പാലക്കാടും. BJPയെ സംബന്ധിച്ച് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ പരമാവധി പ്രകടനം അതിന് പ്രധാനമന്ത്രി തന്നെ കളത്തിലിറക്കുന്നു എന്നതാണ് നീക്കം. ഇത്തവണ മറ്റൊരു നീക്കം കൂടി ഉണ്ടാവുന്നത് പാലയിൽ പ്രധാനമന്ത്രി വരുന്നു എന്നതാണ്. BJPക്ക് ഷോൺ ജോർജിനെ കളത്തിലിറക്കിയതോടുകൂടി അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പാലയിലെത്തുന്ന പ്രധാനമന്ത്രി സമീപ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് കൂടി വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥനയാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മറ്റിടങ്ങളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്നു മടങ്ങുന്ന പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വലിയ പ്രചരണ പരിപാടികൾ അമിത്ഷാ അടക്കമുള്ള മറ്റ് കേന്ദ്ര നേതാക്കളും കേരളത്തിലെത്തുന്നുണ്ട്. ഇന്ന് സ്മൃതി ഇറാനി അടക്കമുള്ളവർ തിരുവനന്തപുരത്തുമുണ്ട്. അങ്ങനെ BJPയുടെ ക്യാമ്പ് ഏറ്റവും സജീവമായ നീക്കങ്ങളിലൊക്കെയാണ്. എന്തായാലും നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ തന്ത്രം തന്നെയാണ് കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത്. അവരുടെ അഭിമാന പോരാട്ടം നടക്കുന്ന നേമമാവട്ടെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. റൈറ്റ്. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന നിരവധിയായിട്ടുള്ള പ്രചാരണ പരിപാടികൾ BJP ആസൂത്രണം ചെയ്യുന്നു. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ പ്രചാരണങ്ങളിൽ ഇന്ത്യക്ക് നേതൃത്വം നൽകാൻ എത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഒരു സാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് NDA BJP എന്നുള്ളതിൽ സംശയമില്ല. കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് തന്നിൽ വിശ്വാസമുണ്ടെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ്. പൊതുപരിപാടിയിൽ തന്നെ കൂകി വിളിച്ചത് LDFന് തിരിച്ചടിയാകും. സർക്കാർ ടൗൺഷിപ്പ് ഓരോ പൗരനും അവകാശപ്പെട്ടതാണെന്നും T സിദ്ദിഖ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത്
കൽപ്പറ്റ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ടി സിദ്ദിഖിനോടൊപ്പമാണ്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സിദ്ദിഖ. നമസ്കാരം. പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരണ പരിപാടികൾ നടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ മണ്ഡലങ്ങളിലൂടെയൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീൽഡ്? ഒരു റൗണ്ട് ഞാൻ എല്ലാ പഞ്ചായത്തുകളും പോയി. പഞ്ചായത്ത് കൺവെൻഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൂത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയായി. ഇനി ഞങ്ങൾ സ്ക്വാഡ് വർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വാഡ് വർക്കിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് UDF കടക്കുക. 5 വർഷം മുമ്പ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അന്ന് അപരിചിതത്വത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രചരണം എന്നെ കാണാൻ കോഴിക്കോട് ചുരമിറങ്ങി പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ കോഴിക്കോടുള്ളവരും മറ്റുള്ളവരൊക്കെ പല സമയത്തും കാണാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളതല്ലാതെ ഇവിടെയുള്ള ഒരാൾക്ക് പോലും അപ്രാപ്യനായിരുന്നില്ല. മുഴുവൻ സമയം, ഏറിയ പങ്ക് സമയം, ഇപ്പോൾ അസംബ്ലി സമയം, മറ്റുള്ള പ്രധാനപ്പെട്ട മീറ്റിങ്ങിൻ്റെ സമയം ഇത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും സമ്പൂർണ്ണമായും മണ്ഡലത്തിലുണ്ടായിരുന്നു, ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോട് നേരിടുന്നതാണ് ടി സിദ്ദിഖ് പറയുന്നത്. സഭാ ബിഷപ്പുമാരോട് കളിച്ചാൽ എന്തുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോസ് കെ മാണിക്ക് മനസ്സിലാകുമെന്ന് കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. സഭകൾ സൈലന്റ് ആണോ ഇല്ലയോ എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാകും. അധ്യാപക നിയമന വിഷയത്തിൽ അടക്കം ഒരു നടപടിയും എടുക്കാത്ത ജോസ് കെ മാണി പൊതുമാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് മോൻസ് ന്യൂസ് 18 പറഞ്ഞു. അതേസമയം മോൻസിന് മറുപടിയുമായി കടുത്തുരുത്തിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി രംഗത്ത് വന്നു. അധ്യാപന നിയമനത്തിലെ പ്രതിസന്ധികൾ പരിഹരിച്ചത് പിണറായി സർക്കാരാണെന്ന് നിർമ്മല പറഞ്ഞു. വോട്ടിൽ അത് പ്രതിഫലിക്കും. എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് സർക്കാർ ചെയ്തതെന്നും നിർമ്മല വ്യക്തമാക്കുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ ന്യൂസ് 18 നടത്തിയ യാത്ര കാണാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള പോരിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇത്തവണയും അങ്ങനെ ഒരു പോര് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ശക്തമായ പോര് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ 42,000-ൽ നിന്ന് 4,000-ലേക്ക് മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം എത്തിയ മണ്ഡലം. ഇത്തവണ കടുത്തുരുത്തിയിൽ എന്താണ് സംഭവിക്കുക? ഈ ജാഥയിൽ സംബന്ധിക്കാൻ വന്നിരിക്കുന്ന കാണക്കാരി പഞ്ചായത്തിലൂടെയാണ് മോൻസ് ജോസഫിന്റെ പര്യടനം തുടരുന്നത്. നമുക്ക് ചോദിക്കാം, ഇത്തവണ കടുത്തുരുത്തിയിൽ എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ 42,000-ൽ നിന്ന് 4,000-ലേക്ക് ഒരു ഇടിവ് ഭൂരിപക്ഷത്തിലൊക്കെ സംഭവിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയോ എന്താണ് ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ്? ഒരു ഇടിവും കഴിഞ്ഞുണ്ടായില്ല. എല്ലാ പ്രാവശ്യവും ഭൂരിപക്ഷം വ്യത്യസ്തമാണ്. ഞാൻ 2000 വോട്ട് ജയിച്ച ഇലക്ഷനുണ്ട്. ഇവിടെ 44,000-ൽ ജയിച്ചുകൊണ്ട് സ്റ്റീഫൻ ജോർജുമായിട്ട് മത്സരിച്ചപ്പോഴെല്ലാം 23,000-ലും 21,000-ലും ജയിച്ചുകൊണ്ട് പല സമയത്തും പല വോട്ടിംഗ് ഓരോ സാഹചര്യങ്ങളാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അതിൻ്റെ കാരണം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളരുന്നു. അവർ LDF-ലേക്ക് പോകുന്നു. LDF-ഉം അവരും ചേർന്ന വലിയ ശക്തിയാണെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്ത്, മണ്ഡലത്തിൽ വരുന്ന 2 ബ്ലോക്ക് പഞ്ചായത്ത് മാണിയുടെ കയ്യിൽ നിങ്ങൾ തിരിച്ചു പിടിച്ചു. ഇന്ന് ഉരുക്ക് കോട്ടയായിട്ട് നിൽക്കുക, UDF-ന്റെ ഉരുക്ക് കോട്ടയായി കടുത്തുരുത്തി നിയോജകം നിൽക്കുകയാണ്. അവ കഴിഞ്ഞ 4,500 ഇപ്രാവശ്യം നല്ല നിലയിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 10,000-ന് മേളിൽ പോകും, ഉറപ്പാണ്. ഈ അപ്പുറത്ത് നിർമ്മല ജിമ്മിയാണ് സ്ഥാനാർത്ഥി. അതിനെ എങ്ങനെയാ? കടുത്തുരുത്തിക്കാരിയല്ല, കടുത്തുരുത്തിയായിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ കുറെ ബന്ധുക്കളും ബന്ധുവിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അല്ല, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. കഴിഞ്ഞ സ്റ്റീഫൻ ജോർജിന് നല്ല ബന്ധം ഉണ്ടായിരുന്നത്, ഈ മണ്ഡലം മുഴുവൻ നല്ല ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ വോട്ട് വന്നപ്പോൾ സംഭവം കാര്യങ്ങൾ മാറിപ്പോയില്ലേ? ഈ ഇപ്പുറത്ത് സഭകൾ പറഞ്ഞ എല്ലാ ആവശ്യവും നടത്തി കൊടുത്തു എന്നാണ് ഇന്നലെ ജോസ് കെ മാണി നമുക്ക് നൽകിയ അത്ഭുതം. ഒന്നും നടന്നില്ല. ഞാനല്ല നിയമസഭ സഭ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി അധ്യാപക നിയമനം 4 വർഷം വെച്ച് താമസിപ്പിച്ചതിനും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുമാപ്പ് പോരാട്ടെ. ആ അധ്യാപകർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലോ. ഞാനല്ല നിയമസഭ യുദ്ധം ചെയ്തത്. മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ പ്രതിഷേധിച്ചു.
അതുപോലെ ബിഷപ്പ് അവരിപ്പോ സൈലന്റ് ആണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. സൈലന്റും ഇല്ല. അവർ സൈലന്റ് ആണോ ഇല്ലെന്ന് ഇലക്ഷൻ സൈലന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. UDF അധികാരത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബിഷപ്പന്മാരോട് കളിച്ചാൽ അവരെ ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കേൾക്കാതിരുന്നാൽ പ്രതികാരം ഉണ്ടാവും. അവരുടെ വിശ്വാസികളോട്ടി. ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ എന്താവും? 8 സീറ്റുകളിൽ മത്സരിക്കുന്നു. എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ ഓണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു MLA-മാരുടെ എണ്ണം ഉണ്ടാവും, ഒരു സംശയമില്ല. സംസ്ഥാനത്ത് UDF-ലെ നേതാക്കൾക്കിടയിലെ ചെറിയ മുഖ്യമന്ത്രി തർക്കമൊക്കെ വലിയ വാർത്തകൾ ഈ സമയത്തും ഇടം പിടിക്കുന്നുണ്ട്. അത് ക്ഷീണം ചെയ്യുമോ? ഇല്ല, ഒരു ക്ഷീണം ഉണ്ടായില്ല. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡും UDF നേതൃത്വവും എല്ലാം കൂട്ടായി ആലോചിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെ തീരുമാനിക്കും. അത് നേരത്തെ തന്നെ UDF നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ. ഇപ്പൊ അതിന്റെ പേര് UDF-ൽ ഒരു കലഹവുമില്ല. UDF പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായി ടീം UDF ആയി വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഈ തൊപ്പി വിതരണം, രമേശിന്റെ മാത്രം ഇതുള്ള തൊപ്പി വിതരണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അത് ചെയ്യിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു കടുത്തൊരു മോൻസ് ജോസഫിന്റെ എന്റെ ഫോട്ടോ വെച്ചാൽ ഇവിടെ കുറെ ബനിയൻ ഇറങ്ങി. ആ ബനിയനും തൊപ്പിയൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒന്നും കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് വളരെ മോശമാണ്. ബനിയനും തൊപ്പിയും പിന്നെ റിബണും ഒക്കെ പറഞ്ഞിട്ട് അതിന് തർക്കമൊന്നും. അവരുടെ ഗ്രൂപ്പ് വെളിവാക്കുന്ന രീതിയിലാണ് ചില പൊതുപരിപാടികളിലടക്കം അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയിൽ വിവിധ നേതാക്കൾ ഉണ്ടാകുമ്പോൾ ആ നേതാക്കൾക്കെല്ലാം അവരവരുടേതായ പ്രദേശങ്ങളിൽ സഹപ്രവർത്തകരുടെ വികാരമോ അവരുടെ ഒരു നിലപാടോ ഒക്കെ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആത്യന്തികമായി കേരളത്തിൽ ഇന്ന് UDF-ന്റെ നിലപാട് വ്യക്തമാണ്. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായ UDF-ന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇടത് മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക. അതിലൊരു തർക്കമില്ലല്ലോ. അതിലെല്ലാവരും ഒന്നിച്ചാണല്ലോ. അതൊന്നിച്ച് തന്നെ. ഈ മാണി ഗ്രൂപ്പിന്റെ കരുത്താണ് കടുത്തുരുത്തിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പണ്ടായിരുന്നു. ഇപ്പൊ 5 ടൈം ഞാൻ MLA ആയത് ജോസഫ് ഗ്രൂപ്പിന്റെ കരുത്ത് മാത്രമല്ല, ജനങ്ങളുടെ കരുത്താണ്. ജനങ്ങളുടെ കരുത്തിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. എന്നിട്ട് ഇപ്പോഴും അവർ യാതൊരു നാണവും ഇല്ലാതെ അവരുടെ കോട്ടയാന്ന് പറഞ്ഞാൽ എവിടെ കോട്ട? ഒരു കോട്ടയല്ല. കോട്ടയൊക്കെ പഴയ സ്വപ്നങ്ങളാണ്. ഇപ്പൊ ജനങ്ങളുടെ കോട്ടയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ്. അവിടെ ഞങ്ങൾ ചെയ്യും. ഏതായാലും അതാണ് മോൻ ജോസഫിന്റെ ആത്മവിശ്വാസം. ഉരുക്കുകോട്ട, അത് UDF-ന്റെ ഉരുക്കുകോട്ടയാണ് കടുത്തുരുത്തി എന്നാണ് മോൻ ജോസഫ് പറയുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് നിർമ്മല ജിമ്മിയുടെ പ്രതികരണം എന്നറിയാം. നിർമ്മല ജിമ്മി കിടങ്ങൂർ പഞ്ചായത്തിലൂടെയാണ് തന്റെ പര്യടനം തുടരുന്നത്. മോൻ ജോസഫ് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് നിർമ്മലയോട് കൂടി ചോദിക്കാം. എന്താണ് ഈ പുറത്തു നിന്നൊന്നൊരു സ്ഥാനാർത്ഥിയാണ് നിർമ്മല ജിമ്മി എന്നാണ് മോൻ ജോസഫ് പറയുന്നത്. എന്താണ് അതിന് മറുപടി? ഞാൻ ജനിച്ചതും വളർന്നതും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കടുത്തുരുത്തിയിൽ തന്നെയാണ്. എൻ്റെ അമ്മ വീടും അതുപോലെ വല്യമ്മ വീടും എൻ്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും കടുത്തുരുത്തിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച് 2 വർഷം പ്രസിഡന്റായും അതുപോലെ 5 വർഷം മെമ്പറായും ഇരുന്നുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ ഞാൻ അന്യാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു കാര്യം, മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് കടുത്തുരുത്തി എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, UDF-ന്റെ കേന്ദ്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തേക്കും കടന്നു ചെന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും അതുപോലെ CPM CPI അടക്കമുള്ള LDF-ന്റെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാണി ഗ്രൂപ്പിന്റെ ശക്തി ഇത്തവണ തെളിയിച്ചു കൊടുക്കും. അപ്പോൾ തീർച്ചയായും പാലായിലും കടുത്തുരുത്തിയിലും
മാണി ഗ്രൂപ്പിന്റെ ശക്തി ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ പാലായിൽ ശ്രീ ജോസ് കെ മാണിക്കും കടുത്തുരുത്തിയിൽ എനിക്കും സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ അദ്ദേഹം പറഞ്ഞത് 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടും. കഴിഞ്ഞ തവണ എതിർ സ്ഥാനാർത്ഥിക്ക് കേവലം ചിഹ്നമൊക്കെ വേറെ 2-ലേക്ക് പോയി. ആ പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ടാണ് 4,000-ലേക്ക് ചുരുങ്ങിയതെന്നാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 10,000 ഒന്നുമല്ല, 10,000-നൊക്കെ മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സഭകൾ പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇടത് സർക്കാർ എന്നും മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ അധ്യാപന നിയമനം, ഭിന്നശേഷി അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് ഇന്ന് അത് ആ നിയമനം മുഴുവൻ പാസാക്കി കൊടുത്ത് അതിന്റെ മുഴുവൻ കടമ്പകളും കടന്ന് ഏതാണ്ട് ഒരു 2,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ നിയമനം അംഗീകരിക്കപ്പെട്ട് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ് എന്നെനിക്ക് പറയുവാൻ സാധിക്കും. വോട്ടിൽ അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ സഭകൾ പക്ഷേ ബിഷപ്പുമാരുടെ സഭയുടെയൊക്കെ ശക്തി എന്തെന്ന് കേരള കോൺഗ്രസ് എം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മോൻസ് പറയുന്നത്. അത് മോൻസ് പറയുന്നത് പോലെ അല്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭ അതുപോലെ ഓരോ സമുദായം നോക്കുമ്പോഴും എല്ലാ സഭകളെയും സമൂഹങ്ങളെയും അതുപോലെ സമുദായങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അപ്പോൾ നമുക്കറിയാം, ഓരോ കാര്യം എടുത്തു നോക്കിയാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം കോൺവെന്റുകളിലേക്ക് കടന്നു ചെന്നാൽ സിസ്റ്റേഴ്സിന് 50 വയസ്സ് കഴിഞ്ഞ സിസ്റ്റേഴ്സിനുള്ള റേഷൻ കാർഡ്, ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ടല്ലേ നിർമ്മലാജി ചെല്ലുമ്പോൾ? ഓരോ പ്രദേശത്തേക്കും കടന്നു ചെല്ലുമ്പോൾ LDF ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതുപോലെ നമ്മൾ പ്രവർത്തകർ വീട് കയറാൻ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് തന്നെ അവർ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് അത് കൃത്യമായി ഓരോ മാസവും ഞങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന് ആവേശത്തോടുകൂടി ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അതുപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് അതായത് എന്തായാലും ഒരു 10,000-നപ്പുറം ഭൂരിപക്ഷം നിർമ്മല പ്രതീക്ഷിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. 10,000-ന് മുകളിലേക്ക് അത് എത്ര എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കടുത്തുരുത്തിയിൽ മത്സരിക്കും. കടുത്തുരുത്തിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നത്. അപ്പം അതുകൊണ്ട് പല വിധത്തിലും പല തരത്തിലും ചെല്ലുമ്പോൾ വനിതകൾ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു. അവരുടെ ശബ്ദം, വനിതകളുടെ ശബ്ദം, അതുപോലെ കുട്ടികളുടെ ശബ്ദം, ഇതൊക്കെ നിയമസഭയിൽ എത്തിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും. അവരെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം അവരുടെയൊക്കെ പ്രവർത്തനത്തിലും അതുപോലെ വാക്കുകളിലും എനിക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തായാലും മോൻസ് ജോസഫ് പറയുന്ന ഭൂരിപക്ഷം 10,000 വോട്ടാണ്. നിർമ്മല പറയുന്നതും 10,000-ന് മുകളിലുള്ള വോട്ടാണ്. ആരുടെ അവകാശവാദമാണ് വസ്തുതയാകാൻ പോകുന്നതെന്ന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടുത്തുരുത്തിയിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ മത്സരം BJPയും LDFും തമ്മിലാണെന്ന് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ. പരാജയഭീതിയിൽ തനിക്കെതിരെ അപര സ്ഥാനാർത്ഥിയെ നിർത്തിയത് UDF ആണെന്നും ഷാനവാസ് ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂറിനെയായിരുന്നു പരിഗണിച്ചിരുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കാസർഗോഡ് മണ്ഡലം. പ്രധാനമായും LDF സ്വതന്ത്രനായ ഷാനവാസ് പാദൂറിന്റെ വരവോടുകൂടിയാണ് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം കളമൊരുങ്ങിയിരിക്കുന്നത്. എല്ലാ സമയത്തും മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായ കാസർഗോഡ് ഇത്തവണ INL LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് തന്നെ പറയേണ്ടി വരും. ഷാനവാസ് പാദൂർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കാസർഗോഡ് പ്രധാനമായും 3ാം സ്ഥാനത്താണ് LDF. പക്ഷേ ഇത്തവണ ഒരു പാദൂർ LDF സ്വതന്ത്രനായി എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നത്? ആളുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ്? വളരെ നല്ല റെസ്പോൺസാണ് ഈ കഴിഞ്ഞ 3 ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 1.5 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. കാസർഗോഡും മഞ്ചേശ്വരത്തും CPMന്റെ വോട്ട് കിട്ടിയിട്ടാണ് ലീഗ് ജയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അന്ന്. അവരെ വേവലാതി ഷാനവാസിനെ കൊണ്ടുവന്ന് പാർട്ടിയുടെ മത്സരിപ്പിക്കുമ്പോൾ കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ആ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. CPMന്റെ വോട്ട് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി ഷാനവാസ് പാദൂറിന് വന്നു കഴിഞ്ഞാൽ
ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ ജെൻസി, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഈ മൂന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടൊരു അപരൻ വന്നു? അതിന്റെ മറുപടി ഞാനല്ല പറയേണ്ടത്, നിർത്തിച്ച ആൾക്കാരാണ് പറയേണ്ടത്. ഇനി ഏതായാലും അവർ പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPക്കെതിരെ ഒരു അപരൻ്റെ വലിയ ചർച്ചയും കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ്. അവിടെ LDFനെതിരെ ഒരു അപരനെ നമ്മൾ കണ്ടിരുന്നോ? ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി ആരാണോ ആൾക്കെതിരെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപരനെ നിർത്താറ്. LDF സ്ഥാനാർത്ഥിനെ ഭയപ്പെടുന്നുണ്ട്? അല്ലല്ല, ഭയപ്പെടുന്നുണ്ടെന്നല്ല. UDF ഇപ്പം അംഗീകരിക്കുകയാണ് അവർക്ക് തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥി എത്തി നിൽക്കുന്നുണ്ട്. അത് UDF ഇപ്പോൾ 1-ാം സ്ഥാനത്താണോ ഉള്ളത് 2-ാം സ്ഥാനത്താണോ ഉള്ളത് എന്ന് UDF തീരുമാനിച്ചോട്ടെ. ആദ്യം അവർ പറഞ്ഞു BJPയുമായി ഡീൽ. ഇപ്പോൾ BJPയുമായി ഡീൽ എന്ന് പറയുമ്പോൾ ഷാനവാസ് വന്ന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അത് BJPക്ക് ചാൻസ് ആയി കൊടുക്കും. അങ്ങനെയാണ് ബിജു ഒട്ടൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഷാനവാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷാനവാസ് വന്നിട്ട് ന്യൂനപക്ഷത്തിൻ്റെ 1000 വോട്ട് പിടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷാനവാസ് വന്ന് വീണ്ടും ന്യൂനപക്ഷത്തിന് ഒരു 1000 വോട്ടും കൂടി പിടിക്കുകയാണ്. ഇത് ഫലത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ BJPക്കാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപര സ്ഥാനാർത്ഥിനെ ആര് കൊണ്ടുവന്നു, അതും കൂടി നമ്മൾ അറിയണമല്ലോ. ആർക്ക് വേണം മത്സരിക്കുക? ബിജുവോട്ട് മത്സരിച്ചൂടെ? ഈ അപര സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാനവാസ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് BM ജമാലാണ്. നമ്മൾ പ്രിയപ്പെട്ട UDFൻ്റെ സ്ഥാനാർത്ഥിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയതും അഡ്വക്കേറ്റ് BM ജമാലാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ BJPക്ക് ഇത്തവണ യാതൊരു സാധ്യതയും കാസർഗോഡ് മണ്ഡലത്തിലില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിന് സമാനമായി കാസർഗോഡ് മണ്ഡലവും ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം LDFൻ്റെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തെയും ഏവരെയും ഫലം ഉറ്റുനോക്കുന്നതും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. BJPയിൽ നിന്നും CPMലെത്തിയ AG ഉണ്ണികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. CPMലെ അവഗണനയും ചില നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയുമാണ് രാജിക്ക് കാരണമെന്ന് AG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്ഥാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല തന്റെ രാജിയെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 10 വർഷം മുമ്പ് 800ഓളം പ്രവർത്തകരുമായി CPMൽ അദ്ദേഹം എത്തിയത്. CPIMൽ നിന്നും രാജിവെച്ച AG ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആണ് പിന്നീട് CPMലെത്തുന്നത്. 10 വർഷക്കാലം CPMന്റെ സജീവ പ്രവർത്തനാണ്. എന്തുകൊണ്ടാണ് ഈ രാജി? 2016 CPMന്റെ ഭാഗമായത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് ഞങ്ങൾ CPMന്റെ ഭാഗമായത്. എന്നോടൊപ്പം ഏതാണ്ട് 863 പ്രവർത്തകരാണ് എന്നോടൊപ്പം CPMൽ അത് പങ്കാളിയായത്. അങ്ങനെ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, CPMന്റെ ഭാഗമായ ഒട്ടുമിക്ക പ്രവർത്തകന്മാരും തിരിച്ച് മറ്റ് സംഘടനയിൽ പോകേണ്ട സ്ഥിതി ഉണ്ടായി. കാരണം CPMന്റെ ഭാഗമായ പ്രവർത്തകന്മാരെ അവരെ ചേർത്ത് നിർത്തി ഈ CPMന്റെ പ്രവർത്തനത്തെ ഭാഗമാക്കി മാറ്റുന്നതിന് CPM പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. ആയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ CPMന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര സ്ഥാനമോ അങ്ങനെയുള്ള ഭ്രമം കൊണ്ടൊന്നും CPM ഒന്നും ആളൊന്നുമല്ല. പക്ഷേ നമ്മൾ സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആ പ്രവർത്തനത്തിൽ നമ്മളെ കൂടി ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചില CPM നേതാക്കൾ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. പ്രത്യേകിച്ച് ഓമല്ലൂരിനെ സംബന്ധിച്ച് ഞാൻ ഓമല്ലൂരാണ് അധിവസിക്കുന്നത്. ഓമല്ലൂരിലെ പൊതുരംഗത്ത് എൻ്റെ ബാല്യം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടുത്തെ CPMന്റെ തലതൊട്ടപ്പനായി പ്രവർത്തിക്കുന്നത് ശ്രീ ശങ്കരനാണ്. ശ്രീ ശങ്കരനെ സംബന്ധിച്ചുള്ളതും അദ്ദേഹം ഒരു മനുഷ്യനെ പോലും പ്രവർത്തനത്തിൽ ചേർത്ത് നിർത്തുകയോ പങ്കാളിയാക്കുവാനോ താല്പര്യമില്ല. ഒരു തൻപ്രമാണിത്വം. ആ തൻപ്രമാണിത്വ നിമിത്തം CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് എടുത്തിട്ട് പോലും പ്രവർത്തിക്കാനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ് ചെയ്തത്. പാർട്ടി അറിയിക്കുന്ന ഒരു പരിഗണന തന്നില്ലേ? സ്ഥാനമാനങ്ങളൊക്കെ തന്നില്ലേ? ഇത് അത്തരമുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിനകത്ത് വല്ല അതൃപ്തി വല്ലതും ഉണ്ടോ? അങ്ങനെ കിട്ടാത്തതിന് വല്ലോ? പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനം കിട്ടാത്തതിൽ യാതൊരു അതൃപ്തിയില്ല. എന്തെങ്കിലും അധികാര സ്ഥാനത്ത് ഞാൻ ചോദിക്കുന്നത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. ഏതെങ്കിലും സ്ഥാനമാനം കിട്ടിയില്ലെന്നോ അല്ലെ അധികാര സ്ഥാനം കിട്ടിയില്ലെന്നോ കിട്ടിയത് കുറഞ്ഞു പോയെന്നോ അങ്ങനെയുള്ള യാതൊരു ആക്ഷേപമില്ല. പക്ഷേ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കഴിവ് വിനിയോഗിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. വയനാട് വടക്കനാട് കൊലയാളി കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുന്നതിനായി ദൗത്യ സംഘം പ്രദേശത്ത് ശ്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം
മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തി 5 കുങ്കിയാനകളാണ് ദൗത്യത്തിലുള്ളത്. 2 വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ഈ മുട്ടിക്കൊമ്പനാള് പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡോക്ടർ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ ദൗത്യം ആരംഭിച്ചോ? ജയരാജുമായിട്ടുള്ള ഫോൺ ബന്ധത്തിൽ ചില പ്രശ്നമുണ്ട്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കേരളം ചൂടിൽ തിളച്ചുമറിയവേ പാലക്കാട്ട് ഈ സീസണിൽ ഏറ്റവും കൂടിയ ചൂട് അത് വ്യാഴാഴ്ച രേഖപ്പെടുത്തി 39.8 ഡിഗ്രി സെൽഷ്യസ്. ഈ വേനൽക്കാലത്ത് ആദ്യമായിട്ടാണ് പാലക്കാട്ടെ ചൂട് 39 ഡിഗ്രി സെൽഷ്യസ് കടക്കുന്നത്. പുനലൂരിൽ 38 ഡിഗ്രിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ദീർഘകാല ശരാശരിയിലും 2.6 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന് 37.3 ഡിഗ്രിയിലെത്തിയിട്ടുണ്ട്. ഇനി 31 ഡിഗ്രി വരെ ചൂട് ക്രമാതീതമായി ഉയരാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. ഈ ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് വേനൽ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് അനുകൂലമായിട്ടുള്ള ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. 31 കഴിഞ്ഞാലും ചില ജില്ലകളിലെങ്കിലും മഴ തുടരാം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജനപ്രിയ ഗായിക ആര്യ ദയൽ ആലപിച്ച LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം നമ്മൾ ശ്രദ്ധേയമാവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങളും ജനപക്ഷ നിലപാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗാനം പുറത്തിറക്കിയത്. വേറിട്ട സംഗീത ശൈലിയും ആവേശകരമായിട്ടുള്ള വരികളും ചേരുന്ന ഗാനം ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പ്രവീൺ ദാസിന്റെയും അനീഷയുടെയും മകൻ നോൽ പ്രവീണിന്റെ 1ാം പിറന്നാളിൽ ആശംസ അറിയിക്കുകയാണ് കുടുംബാംഗങ്ങൾ. നോലിന് ന്യൂസ് 18ന്റെയും ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നോൽ. ഇപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കി വേണം. അധികം ചൂടൊന്നും കൊള്ളാതെ, വെയിൽ കൊള്ളാതെ സേഫായി പോവുക. ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ രംഗം സജീവമായി നിൽക്കുന്നു. പശ്ചിമേഷ്യ കലുഷിതമാണ്. വാർത്തകളിലും ബന്ധപ്പെട്ട് നിൽക്കുക. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇനി മറ്റ് പരിപാടികളിലേക്ക് എത്തും. 9 മണിക്ക് വീണ്ടും വാർത്തയുമായി തിരികെ എത്താം. നമസ്കാരം.